അല്ല അതിപ്പോ അളിയ ഞാനിപ്പോ ഈ അപേക്ഷ കൊടുക്കാൻ തന്നെ കാരണം അളിയൻ തന്നെയാണ് ഇവിടെയൊക്കെ ചെക്കപ്പിന് വരിക എനിക്ക് ഏകദേശം അറിയാം. അത് കണക്കാക്കിട്ട് ഞാൻ കൊടുത്തത്. ഈ ഇഷ്ടികപ്പ് എങ്ങനെ വന്നത് ഇവിടെ? ഇതോ ഇതിപ്പോ നമ്മളവിടെ അടക്കള മാറ്റി പണിതല്ലോ, അത് മാറ്റി പണിതപ്പോ പഴയ ഇഷ്ടിക പൊളിച്ചു വെച്ചതാണ്. ഒരു കാര്യം ചെയ്യാം, ഇത് നമ്മുടെ അടുക്കള ഇടിഞ്ഞു പൊളിഞ്ഞു കളി. ഓ വെള്ളം വന്നപ്പോ മനസ്സിലായി പൊളിഞ്ഞു, മനസ്സിലായി. ഒഴുകി വന്നിട്ട് ഇവിടെ അല്ല ഒഴുകി വന്നപ്പോ ഞാൻ പെറക്കി അടക്കി വെച്ചു. എന്തെങ്കിലും ആവട്ടെ, നീ മിണ്ടാണ്ട് നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലായി. നീ നിന്റെ സത്യസന്ധനെ കൊണ്ട് പൊയ്ക്കോ വിടുന്ന കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. മനുഷ്യന് 10 കാശ് കിട്ടുന്ന സമയത്ത് ഓരോ വർത്താനം പറയണം. അല്ല പിന്നെ അളിയാ ഇതിപ്പോ എങ്ങനെ എന്തിട്ടോ? ഇതാ പഴയ കട്ടിലും സ്റ്റൂളൊക്കെ ഞാൻ ശീതളനോട് 100 വട്ടം പറഞ്ഞല്ലേ അതൊന്ന് ക്ലീൻ ചെയ്യാൻ. എന്താ ചോദിക്കാൻ ഒരു കാര്യം ചെയ്യാം, അതവിടെ കിടക്കട്ടെ. വീടിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം പൊങ്ങിയിട്ട് വെള്ളം തിരിച്ചിറങ്ങി പോകുന്ന സമയത്ത് പിന്നെ ഇവിടെ തടഞ്ഞു നിന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ കേടായിട്ടുള്ള ഫർണിച്ചറുകളുടെ നഷ്ടങ്ങൾ എഴുതുന്നില്ല. എന്റെ പൊന്നാങ്ങളെ ഇതേ ഒന്ന് അങ്ങോട്ട് നോക്കിയേ, ആ കായല് ഏറ്റ സമയത്തൊന്ന് പൊങ്ങി, അത്രേ ഉള്ളൂ. അല്ലാതെ വീടിന്റെ ഉള്ളിൽ വരെ വെള്ളം വന്നില്ല. ഹലോ, ഇപ്പൊ ജിയോളജി വകുപ്പ് വന്നാൽ അതിന്റെ കണക്കെടുക്കാനായിട്ട് നീ ഒന്നും മിണ്ടായിരിക്കും. 10 പൈസ ആളെ ഉണ്ടാക്കി തരുന്ന സമയത്ത് നീ അതിന്റെ ഇടയിൽ വെട്ടങ്കോലിടാൻ നിൽക്കല്ലേ? ഇവിടെ വെള്ളം കയറിയില്ലേ? അതെ, നീ എന്താ ഹരിചന്ദ്രന വെറുതെ എന്നോട് വഴക്കൂടാൻ പറ്റേ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് മുറ്റത്ത് വെള്ളം കയറുന്ന സമയത്ത്, വേലിയേറ്റുന്ന സമയത്ത് മണ്ണിടാനൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് കൊണ്ടുവന്നിട്ടത്. ഇത് നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് നമ്മളിവിടെ മണലിന്റെ ഒരു കൂമ്പാരുണ്ടായിരുന്നു. അതായത് 2-3 ലോഡ് മണൽ നമ്മൾ അടിച്ചിട്ടു. ഓക്കെ, അത് വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയി. അതിന്റെ ബാക്കിയാണ് ഇത്. ഇതന്നെ ഇപ്പൊ 4 ലോഡ് ഉണ്ട്. നമുക്കൊരു 10 ലോഡ് കാണിക്കാലോ. എന്താ എന്താ പറഞ്ഞ കുഴപ്പം? അളിയെ പറഞ്ഞ ശരിയല്ലേ? ഇത് വെള്ളത്തിൽ ഒഴുകി പോയിക്കൂടെ? ഇതിപ്പോ നമ്മൾ എഴുതിയിട്ട കണക്ക് ഇതിൽ പളിയാ. ഞാൻ ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോ ഇതിപ്പോ വലിയൊരു നാശനഷ്ടം എന്ന് പറയാനില്ല. ഒരു 2000 ഉറുപ്പ്യ നമുക്ക് എഴുതാൻ പറ്റും. 2000 ഉറുപ്പ്യ? സത്യസന്ധമായിട്ടുള്ള കണക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇത് വേണ്ട, അളിയൻ പറഞ്ഞ കണക്ക് മതിയല്ലോ നമുക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 20 എഴുതാം. ഒരു 50 ഉറുപ്പ്യ അങ്ങോട്ട് പിടിക്കും. കാരണം നമുക്കിപ്പോ കാണിക്കാൻ അത്യാവശ്യം സൗകര്യങ്ങൾ ഉണ്ടല്ലോ. അതെ, നിങ്ങളുടെ സൗകര്യത്തിനല്ല എഴുതുന്നേ, ഇത് സർക്കാരിന്റെ കാര്യ. സർക്കാരിന്റെ കാര്യം തന്നെ ഞങ്ങളും പറയണത്. നാട്ടുകാർ മുഴുവൻ സർക്കാരിന്റെ കാശ് മേടിച്ചോണ്ടിരിക്കുക. നീ മിണ്ടാണ്ട് അവിടെ ഇരിക്കുക. അല്ല, ഇതിപ്പോ എഞ്ചിനീയർ ആയിട്ടുള്ള ഞാൻ കാണിക്കണ കണക്ക് തന്നെ ഇപ്പൊ സർക്കാരിന്റെ കണക്ക്. കേൾക്ക്, അത് കേൾക്ക്. ചേട്ടന്റെ ജോലി പോവുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ ഉണ്ടാണെങ്കിൽ അപ്പൊ 50,000 ഉറുപ്പ്യ ഞാൻ കാണിക്കുകയാണെങ്കിൽ അപ്പൊ കാണിക്കാം. അതന്നെ അത് ഞാൻ പറഞ്ഞത്. അപ്പൊ 30,000 ഉറുപ്പ്യ അളി എടുക്കുക. ഞാനും അളിയനാണല്ലോ. അപ്പൊ 20,000 ഉറുപ്പ്യ അളിയനും തരും. എന്തേ ഇതിന്റെ ഈ വീടിന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് അളിയൻ അത് അങ്ങനെ പറഞ്ഞതൊരു വേണ്ട. നീ മിണ്ടായിരുന്നേ, നമുക്കും എന്തെങ്കിലും കിട്ടണ്ടല്ലേ? അത് നമ്മുടെ ഒരു കണക്കൊക്കെ പറയുമ്പോ ഒരു ഇത് കിട്ടണ്ടേ? ഒരു 2 ഉറുപ്പ്യ ആക്കിയിട്ട് അളിയനെ എടുക്കാതെ എടുത്തിട്ട് അത് തന്നെ. 2 ഉറുപ്പ്യ ആണെങ്കിൽ 50,000 അളിയെടുക്കുക. അളിയൻ 1.5 അളിയെടുക്കും. എന്താ എന്തേ പറ്റില്ലേ? മറിമായം.